ഹായ് അസ്സാം വലൈക്കും. നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെ ബ്രെഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അപ്പോൾ മിക്സിയിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തു. ഇളം ചൂടുള്ള 1.5 കപ്പ് പാലും 1/4 കപ്പ് നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ആണെങ്കിലും ഉരുക്കിയതോ അല്ല സൺഫ്ലവർ ഓയിലോ ഇട്ടാലും മതി. അപ്പോൾ പാലെടുത്ത കപ്പില്ലേ, ആ കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ഞാൻ ആ ഒരു ബാറ്റർ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് മാവെന്ന് വെച്ചാൽ അയക്കണ്ട എന്നുള്ള ഈസി ഒരു മെത്തേഡിലാണ് ഈ ബ്രെഡ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ ആണോ മൈദയുടെ ആണോ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മൈദയുടെ തന്നെയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. 2 ഫോർക്കോ 2 സ്പൂണോ ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. അല്ലെങ്കിൽ തടിയുടെ തവി ഉണ്ടെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തടിയുടെ തവി ഒന്നുകൂടെ നന്നായിട്ട് മിക്സായി വരും. അപ്പം ഒന്നുകൂടെ നന്നായിട്ട് ഈ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അതുപോലെ ഈ ബാറ്ററിന് ഈ പൊടിക്കൊരു കറക്റ്റ് അളവെന്ന് പറയാൻ കയ്യിൽ നമ്മുടെ ഒട്ടുന്ന പരുവുണ്ടല്ലോ, നമ്മൾ അടയുടെ ഒരു പരുവുണ്ടല്ലോ, ചപ്പാത്തിയെക്കാട്ടിലും നല്ല ഇത്തിരി ലൂസായിട്ട് അയഞ്ഞിരിക്കണം മാവ്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ കറക്റ്റ് അളവ് പറയാനൊക്കത്തില്ല. കാരണം ചില മുട്ടയ്ക്കോ അതുപോലെ തന്നെ പാലൊഴിച്ച് കഴിയുമ്പോഴോ മാവിന് അയവും കൂടുമല്ലോ. അത് നോക്കി കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതിനൊരു അളവില്ല, നമ്മുടെ കൈയളവാണ് അതിന്. കാരണം മാവ് അയഞ്ഞിരിക്കണമെന്ന് മാത്രം, ഒരുപാട് ഹാർഡ് ആവരുത്, ചപ്പാത്തിയുടെ പരുവമൊന്നും ആവരുത്, അയഞ്ഞിരിക്കണം മാവ്. അപ്പം നല്ല പെട്ടെന്ന് സ്പോഞ്ച് പോലെ നല്ല ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ അതാ ഞാനിങ്ങനെ കുറേശ്ശെ മാവിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. പഞ്ചസാര മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർത്ത് ബ്രെഡ് ഉണ്ടാക്കുന്നത്. ബട്ടർ ചേർത്താലും, ബട്ടർ ചേർക്കുമ്പം തണുത്ത ബട്ടർ ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ ഒരു തണുത്ത പാലോ ബട്ടറോ ഉപയോഗിക്കരുത്. എല്ലാം പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഉരുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂട് എല്ലാത്തിനും നല്ലതാണ്. പാലാണേലും ശ്രദ്ധിച്ചോണം, ചെറിയ ചൂടോടുകൂടി വേണം പാലൊഴിച്ച് കൊടുക്കാൻ. ഒരുപാട് ചൂട് വേണ്ട, ചെറിയ ചൂട് മതി കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒന്നിച്ച് പൊടിയിട്ട് മിക്സ് ആക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് രാത്രി ഉണ്ടാക്കി ബ്രെഡ് വെച്ചിട്ട് രാവിലെ എടുക്കാൻ വേഗം നല്ല ബ്രെഡ് സ്പോഞ്ച് പോലത്തെ കിട്ടും. അപ്പോൾ ഞാൻ മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ടർക്കി വെച്ചൊന്ന് മൂടി വെച്ച്. ഇപ്പോൾ മഴക്കാലമല്ലേ, നമുക്ക് ചൂടില്ലല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റത്തേക്ക്, എന്നിട്ട് നമുക്കതെടുത്തിട്ട് അതിൻ്റെ ആ പരുവം ഉണ്ടല്ലോ, മാവിൻ്റെ ആ പരുവം ലൂസാണോ ഹാർഡാണോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലുത്ത് വന്നപ്പം കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ആ ഒരു പരുവം നോക്കിയിട്ട്, അപ്പോൾ പാത്രത്തിൽ നിന്നൊന്ന് ഇളകിയും കൂടെ കിട്ടാനായിരുന്നു. അപ്പം നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത ഉടനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം. അന്നേരം നമുക്ക് ഈ രണ്ടാമത് പൊടിയിടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഇരുന്ന് സെറ്റായി പൊങ്ങി നന്നായിട്ട് വരും. അപ്പം എൻ്റെ ഒരു ബ്രെഡിൻ്റെ ട്രേ എന്ന് വെച്ചാൽ ചെറിയ ട്രേ ആയിരുന്നു. അപ്പം ഞാനത് കേക്കിൻ്റെ ട്രേയിൽ ബ്രെഡിൻ്റെ ട്രേയുമായി രണ്ടായിട്ടാണ് ഈ മാവ് ബേക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നത്, ഫ്രൈ പാനോ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്ന പാനുണ്ടല്ലോ, ആ പാനിലോ ഒക്കെ നമുക്ക് ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ വേണമെന്നില്ല. അപ്പോൾ ഓവൻ ഉള്ളവർ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തോളൂ. അപ്പോൾ അതാ ഞാൻ കുറച്ച് മാവ് ഞാൻ ഈ കേക്കിൻ്റെ ട്രേയിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ആ മാവ് മിക്സ് ചെയ്ത ഉടനെ തന്നെ, ബാറ്റർ മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കേക്കിൻ്റെ ട്രേയിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് അതിൻ്റെ എപ്പോൾ ഇട്ട് കൊടുത്താലും അതിൻ്റെ ഒരു 1/4 ഭാഗത്തിന് കുറച്ച് മുകളിലേ നിൽക്കാവുള്ളൂ. കാരണം ഇത് മാവ് പുളിച്ച് പൊങ്ങി സോഫ്റ്റായ ബ്രെഡ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ബ്രെഡിൻ്റെ എൻ്റെ കുഞ്ഞു ട്രേ ആണ്, അതിലേക്ക് അതാണെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പറിൽ ഇച്ചിരി നെയ്യ് തൂത്തിട്ടാണ്, ഞാൻ പാത്രത്തിൽ ഇച്ചിരി നെയ്യ് തൂത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മുട്ടയൊന്ന് കലക്കിയാലേ, മഞ്ഞ മാത്രമാണേലും കുഴപ്പമില്ല,
അല്ലെ പാലും പഞ്ചസാരയാണേലും കുഴപ്പമില്ല. അപ്പോൾ അത് മുകളിലൊന്ന് പതുക്കെ തൂത്ത് കൊടുക്കണം. അത് ഇത് പൊങ്ങി കുടുക്ക പോലെ വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും ഈ ബ്രെഡ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ എന്നാലേ ആ മോളൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി, നമ്മൾ ബ്രെഡ് മൊത്തത്തിൽ ഒരു പുറത്തൊരു ബ്രൗൺ ഷെയ്ഡ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതി മറക്കാതെ എല്ലാവരും ചെയ്യണം. മുട്ട മഞ്ഞ മാത്രമോ മുട്ട ഫുള്ളായിട്ടോ എങ്ങനെയാണേലും കുഴപ്പമില്ല. മഞ്ഞ മാത്രമാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഡാർക്ക് കളറ് കിട്ടും കേട്ടോ. അതിൻ്റെ പുറത്തൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് എള്ള് ഇട്ടെന്നേ ഉള്ളൂ. എള്ളൊന്നും എല്ലാ ബ്രെഡിനും ഇടത്തില്ല. ഞാൻ ഈ വീഡിയോയ്ക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ബേക്കായൊക്കെ വരുമ്പോൾ നല്ല ഭംഗി കിട്ടുമല്ലോ എന്ന് ഓർത്ത് എള്ളിട്ടുള്ളൂ. ഞാൻ ഇവിടെ നമ്മുടെ ബേക്കിംഗ് സെറ്റപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ട് പാത്രം ചൂടാക്കി അതിലേക്ക് നമ്മൾ പൊങ്ങി വന്ന മാവ് ഒരു 3 മണിക്കൂർ മാവ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് താഴെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു 15 മിനിറ്റ് ആകുമ്പം കറക്റ്റ് ബേക്കായി വരും. ചില പാത്രത്തിന് അതൊന്ന് 10 മിനിറ്റ് ഒരു 14 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് കമത്തിയിട്ട് മുകളിൽ മൊരിഞ്ഞ് കിട്ടത്തില്ല നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ മോൾ വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് കമഴ്ത്തിയിട്ട് കൊടുത്തു. മോളൊക്കെ ഇത് കണ്ടില്ലേ, ഒന്ന് നല്ലപോലെ ഓവനിലാണെങ്കിൽ നല്ല ഫുള്ള് കമഴ്ത്തിയൊന്നും ഇടണ്ട. കറക്റ്റ് ബ്രെഡ് മോൾ വശം എല്ലാം ബേക്കായി വരും. പക്ഷേ ഈ ഒരു പാത്ര സെറ്റപ്പിലായതുകൊണ്ട് പിന്നെ നമ്മൾ കമഴ്ത്തിയിട്ടാലേ ബ്രെഡ് നന്നായിട്ട് ബേക്കായി വരത്തുള്ളൂ. അന്നേരം അത് 15 മിനിറ്റ് ബ്രെഡ് ബേക്കായി വന്ന് കഴിഞ്ഞ് കമഴ്ത്തിയിടുമ്പോൾ ഒരു 4 മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കാരണം എൻ്റെ രണ്ടാമത്തെ ബ്രെഡ് ആ കേക്ക് ട്രേക്കകത്തിരുന്ന ബ്രെഡ് ഞാൻ ഇച്ചിരി കൂടുതൽ ടൈം ഇട്ടുപോയി. അതുകൊണ്ട് കുറച്ച് കരിഞ്ഞു വന്നു. പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് നല്ല നെയ്യുടെ മണമൊക്കെയുള്ള ബ്രെഡ്, ചൂട് ബ്രെഡ് നമുക്ക് കഴിക്കാം. ബ്രെഡ് എപ്പോഴും ബേക്കായി വരുമ്പോൾ ഒന്ന് ഹാർഡായിട്ടാണ് തോന്നത്തുള്ളൂ. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു കോട്ടൺ തുണിയോ ടർക്കിയോ ഉപയോഗിച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഇത് കണ്ടില്ലേ, എൻ്റെ കേക്ക് ട്രേക്കകത്തത് ബബിൾ പോലെ പൊങ്ങി വന്നിട്ടിട്ട് അത് ഞാൻ മുകളിൽ മുട്ടയൊക്കെ പുരട്ടിയിട്ട് ബേക്ക് ചെയ്യാൻ വെച്ച് അങ്ങനെ തന്നെ 15 മിനിറ്റ് കറക്റ്റ് എനിക്ക് നല്ല പൊങ്ങി നല്ല സ്പോഞ്ച് പോലത്തെ ബ്രെഡ് കിട്ടി. അപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടർക്കിയോ കോട്ടൻ്റെ തുണിയോ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പൊതിഞ്ഞ് വെക്കണം. ഒരു നന്നായിട്ട് ബ്രെഡ് തണുത്ത് പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് തുണിയിട്ട് മൂടേണ്ടത്. ബ്രെഡ് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷമേ മുറിക്കാവുള്ളൂ. എന്നാലേ സോഫ്റ്റ് ബ്രെഡ് കിട്ടത്തുള്ളൂ, അല്ലേ ഒരു സൈസ് ഹാർഡായിട്ടിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് കണ്ടില്ലേ, നല്ല ഹൈ ഫ്ലെയിമിൽ, അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ വെച്ചോളൂ. ആ 15 മിനിറ്റ് കരിഞ്ഞൊന്നും പോകത്തില്ല. ഞാനിങ്ങനെ ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഇത് കണ്ടില്ലേ, പുറം ഇങ്ങനെ മൊരിഞ്ഞ് വരത്തില്ലെന്നേ ഉള്ളൂ. അങ്ങനെ മേളുവശം മൊരിഞ്ഞ് വരണമെങ്കിൽ ഒന്ന് കമഴ്ത്തിയിടണം. അപ്പം കണ്ടില്ലേ, ഞാൻ ഇത് തണുത്തൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മുറിച്ച് കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ നല്ല സ്മൂത്തായിട്ട്. അത് പകുതിയൊക്കെ എൻ്റെ മകൻ ആദ്യമേ പറിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു സെക്ഷൻ നിങ്ങളെ കാണിക്കണമല്ലോ, അതിൻ്റെ അകം എന്തോരം സോഫ്റ്റ് ആയിരിക്കുന്നെന്ന്. അപ്പോൾ ഈസി അല്ലേ ഈ ബ്രെഡ് ഉണ്ടാക്കാൻ? അയക്കണ്ട, കുഴയ്ക്കണ്ട, ഒന്നും വേണ്ട. നമുക്ക് മിക്സി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം. അപ്പോൾ അളവെല്ലാം ഞാൻ പറഞ്ഞു തന്നു. അതിന് ഷാർപ്പായിട്ടൊരു അളവില്ല. ഇത് കണ്ടില്ലേ, ഞാൻ ഈ ബ്രെഡ് കമഴ്ത്തി ഒരു 2 മിനിറ്റ് കൂടി വെച്ച്, അപ്പോൾ ആ ഒരു മോളുവശം കരിഞ്ഞു പോയത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്. പക്ഷേ ബാക്കിയെല്ലാം ഓക്കെ ആട്ടോ, സോഫ്റ്റാണ്, നല്ല ബ്രെഡ്. ആ മോളുവശം മാത്രം ഒന്ന് കരിഞ്ഞു പോയെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടി. നല്ല ബ്രെഡാണ്, നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാം, കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പം നല്ല സ്വീറ്റായിട്ട് സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് എല്ലാവരും ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം നേരുന്നു. ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.